മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഉത്തരവിട്ടത്. പരാതിയെ തുടർന്നുള്ള പ്രാഥമിക അന്വേഷണത്തിൽ കമ്പനിയിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. CMRL, KSIDCയും ഈ അന്വേഷണ പരിധിയിലുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, അങ്ങനെ എക്സാലോജിക് വിവാദം വീണ്ടും കത്തുകയാണ്, ഈ പ്രത്യേകിച്ച് മാസപ്പടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. എങ്ങനെയാണ് ഇതിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ, കേന്ദ്രത്തിന്റെ അന്വേഷണം? അഞ്ജിത, ഈ മാസപ്പടി വിവാദത്തിന് പിന്നാലെയാണ് വീണ്ടും ഈ എക്സാലോജിക്കിനെതിരെ കേന്ദ്രം ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര മന്ത്രാലയം ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് KSIDCയും CMRLും ഇതിൻ്റെ പരിധിയിൽ വരും. ഈ 3 കമ്പനികൾക്കെതിരെയുമാണ് പ്രധാനമായിട്ടും ഈ അന്വേഷണം. സ്വാഭാവികമായിട്ടും KSIDCയും CMRLും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ എക്സാലോജിക്കിൻ്റെ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ, ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പരിശോധിക്കുക. നേരത്തെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, അതായത് ചെയ്യാത്ത ജോലിക്ക് പണം വാങ്ങി എന്ന ഒരു ആരോപണം നേരിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് ഈ കേന്ദ്ര മന്ത്രാലയം ഇത്തരത്തിൽ കടക്കുന്നത്. ഇത്തരം ഒരു അന്വേഷണം നേരത്തെ ഈ ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേന്ദ്രത്തിനടക്കം പരാതി ഉൾപ്പെടെ നൽകിയിരുന്നു. ഇതുമൊക്കെ കൂടി പരിഗണിക്കേണ്ടി വരും. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് കമ്പനിക്കെതിരെയാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് 3 അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ഈ അന്വേഷണം നടത്തി 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.